ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇസ്രയേലിലെ ടെലവീവ്, ഹൈഫ അടക്കമുള്ള സുപ്രധാന മേഖലകളിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരും. സായ്കുമാർ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സായ്കുമാർ, 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന അവകാശവാദമാണ് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 7:30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. അമേരിക്ക ഇസ്രയേലിനൊപ്പം അടിയുറച്ച് ഇതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? IAEA യോഗം എപ്പോഴാണ്? എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായും സുജയ, പൂർണ്ണമായും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനോടകം അത് ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അമേരിക്കയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ അത്രമേൽ രൂക്ഷമാവുകയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യം. 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ തങ്ങൾ ആക്രമിച്ചു. അത് പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. പക്ഷേ ആക്രമിച്ചു എന്ന് ഇറാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ആ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ അവകാശപ്പെട്ടത്. അവിടെയുള്ള യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് തങ്ങൾ നേരത്തെ മാറ്റിയിരുന്നു എന്നുള്ള ഒരു അവകാശവാദം ഇറാൻ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തെ രൂക്ഷമായിട്ടാണ് ഇറാൻ വിമർശിക്കുന്നത്. അമേരിക്ക ലോകത്തെ വഞ്ചിച്ചു, ലോകത്തിലെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന രാജ്യമായി അമേരിക്ക മാറി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്നവർ വീണ്ടും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇസ്രയേലിലേക്കാണ് ഇറാൻ അവരുടെ തിരിച്ചടി പ്രത്യാക്രമണം കൂടുതൽ കടുപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അമേരിക്കയുടെ ആക്രമണ വിവരം പുറത്തു വന്നതിന് ശേഷം ഏകദേശം 10ഓളം കേന്ദ്രങ്ങളിൽ 3 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏകദേശം 80-ലധികം പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. പലതവണ അപായ സൈറൻ ഇസ്രയേലിൽ മുഴങ്ങി എന്നുള്ളതാണ്. അവിടെ നിന്ന് വന്ന ജെറ്റ് വിമാനങ്ങളടക്കം ഏകദേശം 40-ലധികം ജെറ്റ് വിമാനങ്ങൾ ഇന്ന് തകർത്തതായി ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. നമുക്കപ്പോൾ എവിടെയൊക്കെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതറിയണം. അതോടൊപ്പം തന്നെ ബഹ്റൈൻ അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഞാൻ സായിയിലേക്ക് വീണ്ടും എത്താം.